ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, ലോകം അതിന്റെ പൂർണ്ണശക്തിയോടെ കഴിയുമെങ്കിൽ വൃതന്മാരെയും ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും തെറ്റിച്ചു കളയാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിന്റെ വഴികൾ പിന്തുടരാതെ ദൈവാത്മാവിനെ അനുസരിച്ചു നടന്നു ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകപ്പെട്ട കൃപയുടെ അതുല്യമായ സമൃദ്ധി ഈ ലോകത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ക്രിസ്തുവിനെ യഥാർത്ഥ നിലയിൽ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽ പലർക്കും നമ്മുടെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികളും വേദനകളും ജീവിതത്തിൽ കടന്നുവരുമ്പോൾ നമ്മൾ നമ്മളോ തന്നെ ചോദിക്കാറില്ലേ, ഞാൻ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പിന്തുടർന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വേദനകൾ കടന്നുവരുന്നതെന്ന്? ചിലപ്പോഴൊക്കെ ചിന്തിക്കാറില്ലേ, എന്നെ ദൈവത്തിന് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടാണോ എന്റെ ജീവിതത്തിൽ ഈ വേദനകൾ വരുന്നത് എന്ന്? ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ഞാൻ ശരിക്കും ഒരു ദൈവ പൈതൽ തന്നെ ആണോ എന്ന്? ഇന്ന് ഈ നല്ല സമയം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയവും ഇതുതന്നെയാണ്. നമുക്ക് എങ്ങനെ ഞാൻ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ആണോ, അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി അനുഗമിക്കുന്നവനും അനുകരിക്കുന്നവനും ആണോ എന്ന് എങ്ങനെ സ്വയം ശോധന ചെയ്യുവാൻ കഴിയും? ഈ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തോലനായ പൗലോസ് തെസ്സലോനിക്കെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കും എല്ലാവർക്കും മാതൃകയായിത്തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്നു കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിൽ ഉള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. ഇവിടെ അപ്പോസ്തോലനായ പൗലോസ് പറയുന്നത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വിവിധതരത്തിൽ ഉള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെപ്പറ്റിയാണ്. പ്രിയരെ, നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും, അവർ സമ്പന്നർ ആകട്ടെ ദരിദ്രർ ആകട്ടെ, സമൂഹത്തിൽ അറിയപ്പെടുന്നവരോ അറിയപ്പെടാത്തവരോ ആകട്ടെ, എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വേദനകൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇവരിൽ പലരും ഇപ്രകാരമുള്ള വേദനകൾ ജീവിതത്തിൽ കടന്നുവരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവരിൽ ചിലർ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടി അവരുടെ വേദനകൾ മറക്കുവാൻ ശ്രമിക്കുന്നു. മറ്റു ചിലരാകട്ടെ ഒരു മുഴം കയറിലോ മറ്റു വിവിധങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ചോ അവരവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പൗലോസ് തെസ്സലോനിക്കയിലെ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം സ്നേഹിക്കുന്ന ജനത്തെപ്പറ്റി പറയുന്നത് അവർ അവരുടെ കഷ്ടതയിൽ സന്തോഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. പ്രിയരെ, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് പൗലോസ് അവരുടെ കഷ്ടതകളെപ്പറ്റി അല്ലെങ്കിൽ വേദനകളെപ്പറ്റി പറയുന്ന വാക്കാണ്. നിങ്ങൾ സഹിക്കുന്ന ബഹുകഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതികാഠിന്യമേറിയ കഷ്ടത എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വാസ്തവത്തിൽ ഒരു ദൈവ പൈതൽ ആണോ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ കഷ്ടതകൾ തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും തന്റെ ഇഹലോകത്തിൽ തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടുതന്നെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നു പോകുന്നവർ ആണോ? നിങ്ങൾ ദൈവിക കൽപ്പനകളും ഉപദേശങ്ങളും പ്രമാണിച്ച് ജീവിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതികഠിനമായ വേദനകളും പ്രതിസന്ധികളും ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ നേരിടുന്നവർ ആണോ? ആരോടും പറയുവാൻ കഴിയാതെ എന്റെ ജീവിതം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഉള്ളിൽ വിചാരപ്പെട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ആണോ നിങ്ങൾ? ആണെങ്കിൽ ഈ കഷ്ടതകൾക്കും വേദനകൾക്കും നിങ്ങളോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. അതെ, നിങ്ങൾ വാസ്തവമായും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും ദൈവത്തിന്റെ സ്വന്തമക്കളും ആണ്. രണ്ടാമതായി, ഈ വേദഭാഗത്തുനിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടുത്ത സന്ദേശം എന്ന് പറയുന്നത് തെസ്സലോനിക്കെ സഭ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുകഷ്ടതയോട് പ്രതികരിച്ച രീതിയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തുറകളിൽ അവർ സഹിച്ച കഷ്ടം വലുതായിരുന്നുവെങ്കിലും അവർ ആ കഷ്ടതയുടെ നടുവിൽ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. നാം മുൻപ് കേട്ടതുപോലെ ലോകമോഹങ്ങളിൽ ഭ്രമിച്ചു നടക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നുവരുമ്പോൾ താൽക്കാലിക ആശ്വാസം പകർന്നു നിത്യനരകത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന പലതിലും ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവം സ്നേഹിക്കുന്നവരും ആയ ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ പ്രത്യേകത തന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ കാഠിന്യമേറിയ കഷ്ടതകളും നിൽക്കുവാൻ കഴിയാത്ത വേദനകളും കടന്നുവരുമ്പോൾ ലോകത്തിൽ ആശ്രയിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ
സഹായത്താൽ അവർ ആ കഷ്ടതയിൽ സന്തോഷിക്കും എന്നുള്ളതാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിവിധങ്ങളായ കഷ്ടതകളും വേദനകളും കടന്നുവരുമ്പോൾ അതിനോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതി എങ്ങനെയുള്ളതാണ്? നിങ്ങൾ വേദനകൾ വരുമ്പോൾ ഈ വേദന എന്തിന് എന്റെ ജീവിതത്തിൽ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് പിറുപിറുക്കുന്നവർ ആണോ? അതോ ഈ വേദനകൾ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്നും മാറ്റിത്തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആണോ? ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ പിറുപിറുപ്പുകൾ മാറ്റുക. നിങ്ങളുടെ പ്രാർത്ഥന ശൈലികൾ മാറ്റുക. പകരം ഈ കഷ്ടതയുടെ നടുവിൽ കൂടി ഞാൻ കടന്നുപോകുമ്പോൾ ഈ വേദനയിൽ നിന്നും പരിശോധനകളിൽ നിന്നും ഞാൻ പഠിക്കേണ്ടതായ കാര്യങ്ങൾ പഠിച്ചു ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പുറത്തുവരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കഷ്ടതകളും പ്രതികൂലങ്ങളും മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരമായി കഷ്ടതയിൽ വെളിപ്പെടുന്ന വേദനകളിൽ താങ്ങുന്ന ദൈവകൃപയ്ക്കായി, ദൈവിക സന്തോഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിന്റെ 7-ാമത്തേതും 8-ാമത്തേതും ആയ വാക്യങ്ങളാണ്. ഇവിടെ നാം വായിക്കുന്നു, ബഹുകഷ്ടം സഹിച്ച, കഷ്ടതയിൽ സന്തോഷിച്ച തെസ്സലോനിക്കയിലെ സഭ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീരുവാനും അവരുടെ ദൈവവിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമാകുവാനും ഇടയായി എന്നുള്ളതാണ്. ഈ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാന കാര്യം, പൗലോസ് തന്റെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ കഷ്ടതകളെപ്പറ്റിയും കഷ്ടതകളോട് ഒരു ദൈവ പൈതൽ എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നും തന്റെ കേൾവിക്കാരോട് ഒരുപാട് സംസാരിക്കുന്നതിന് പകരം തെസ്സലോനിക്കയിലെ സഭയെ നിങ്ങൾ മാതൃക ആക്കണമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം അവരെ പണിതെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ ഒരുപക്ഷേ നമുക്ക് വളരെയധികം കാഠിന്യം ഏറിയത് ആയിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, കർത്താവിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ, ഈ വേദനകൾ നമ്മെ അതിശ്രേഷ്ഠരാക്കി മാറ്റുക തന്നെ ചെയ്യും. ഒരുപക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെയാകും എന്ന് ചോദിച്ചുകൊണ്ട് സദാസമയവും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുകളിലും ചാർച്ചക്കാരുടെ ഇടയിലുമായി ഉണ്ടാകാം. നമ്മളെ നോക്കി ജീവിതം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ, കർത്താവിൽ ആശ്രയിച്ച് കഷ്ടതയിൽ ആനന്ദിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് സദാസമയം നമ്മളെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവരെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് ആനയിക്കുവാൻ അവരോട് അധികമായി സുവിശേഷം പറയേണ്ടുന്ന സാഹചര്യം ആവശ്യമായി വരില്ല. കാരണം ഒരു ദൈവ പൈതലിനെ ദൈവം എങ്ങനെയാണോ പരിപാലിക്കുന്നതു എന്നുള്ള കാര്യം അവർ നമ്മളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിൽക്കാലങ്ങളിൽ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നുവരുമ്പോൾ നമ്മൾ നമ്മുടെ വേദനകളെ ക്രിസ്തുവിൽ സന്തോഷത്തോടെ തരണം ചെയ്തപോലെ ആ പ്രതിസന്ധികളെ നേരിടാൻ ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവർക്ക് ഒരു മാതൃകയായിത്തീരും. മാത്രമല്ല, കൂരിരുളിന്റെ അവസ്ഥ പോലെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളുടെ മധ്യേ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എതിലെ പോകണം എന്ന് വഴി അറിയാതെ നിൽക്കുന്ന അനേകർക്ക് ക്രിസ്തുവിലുള്ള പ്രകാശഭരിതമായ വഴികളെപ്പറ്റി ധൈര്യപൂർവ്വം ഉപദേശിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന പ്രതികൂലങ്ങളും വേദനകളും കഷ്ടതകളും ആണ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ, ദൈവത്തെ യഥാർത്ഥത്തിൽ അനുകരിക്കേണ്ട രീതിയിൽ അനുകരിക്കുന്ന ഒരു നല്ല ദൈവപൈതലായി നമ്മളെ പണിതുയർത്തുന്നത്. മാത്രമല്ല, യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന നിത്യപ്രത്യാശയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന ഈ ബഹുകഷ്ടതകൾ തന്നെയാണ്. കാരണം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കു വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന വേദനകളിൽ സന്തോഷിക്കുവാനും അതുവഴി ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു യഥാർത്ഥ ദൈവ പൈതലായി തീർന്നു. ദൈവമഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാനും വേണ്ടുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം ഈ വചനം സന്ദേശം ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയും ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ തന്റെ അതുല്യമായ കൃപയ്ക്ക് ഒത്തവണ്ണം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെയെന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.